എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാനം വാണിജ്യ വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്നാണ് നമ്മുടെ ഇവിടുത്തെ സാറന്മാർ പറയുന്നത്. ബഹുമാനപ്പെട്ട സാറന്മാർ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഒക്കുള്ളൂ. ഒരു മനുഷ്യന്, എനിക്കറിയാവുന്ന ഒരു മനുഷ്യന് ദീർഘകാലം അദ്ദേഹം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞാൽ അന്നന്നത്തെ അദ്ദേഹത്തിനുള്ളത് കിട്ടി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും മകളും കൂടെ ചേർന്ന് അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡായ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കോഫി ബാർ തുടങ്ങാൻ തീരുമാനിച്ചു. ഈ കോഫി ബാർ എന്ന് പറഞ്ഞത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ഹൈവേയിൽ കാളകെട്ടി ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൻ്റെ തൊട്ടടുത്ത് ആണ് ഈ സ്ഥലം. റോഡിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ കുഴിയിൽ ഒരു വളവിനായി ഇവരുടെ സ്ഥലം. അവിടെ റോഡിൻ്റെ സൈഡിൽ ഇവരൊരു കെട്ടിടം പണിയാൻ തീരുമാനിച്ചു. 2025 മാർച്ച് മാസത്തിൽ ഇവർ കെട്ടിടത്തിന് പെർമിറ്റ് എടുത്തു. അത് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ സംവിധാനത്തിൽ വെച്ച് ഇവരൊരു ചിലവ് കുറഞ്ഞ സ്റ്റീൽ സ്ട്രക്ചറും പിന്നെ ഗ്ലാസും ചില ബോർഡുകളും ഒക്കെ ഉപയോഗിച്ചൊരു കെട്ടിടം പണിതു. കെട്ടിടം പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഹൈവേയുടെ ക്രാഷ് ബാർഡും പിന്നെ അതിൻ്റെ ഹാൻഡ് റെയിൽസും വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക റോഡിലൊക്കെ പോകുമ്പോൾ കാണാമല്ലോ, വണ്ടി വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി, ഇടിച്ചാൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം, അതിനെ അതും പിന്നെ ഹാൻഡ് റെയിൽസും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ കെട്ടിടത്തിന് പെർമിറ്റ് സ്വിഫ്റ്റിൽ എടുക്കുമ്പോൾ തന്നെ ഇവർ PWDക്ക് അപേക്ഷ വെച്ചു. ഈ ക്രാഷ് ബാർഡും പിന്നെ ഈ ഹാൻഡ് റെയിൽസും ആ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ഒന്ന് മുറിച്ച് കൊടുക്കണം. ഈ അപേക്ഷ അവർക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ഹൈവേ എല്ലാം പണിയുന്നത് PWD ആണെങ്കിലും ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നത് റിക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. റിക്ക് ഒരു അർത്ഥതർക്ക സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ വലിയ തലപ്പത്തിരിക്കുന്ന ഒരു പെണ്ണുപിള്ളയുണ്ട്. അവർ വരുന്നത് നീല കളറുള്ള ബോർഡ് വെച്ചൊരു വണ്ടിയലാണ്. അപ്പോൾ റിക്കിന് മെയിലിൽ കൂടെ അപേക്ഷ കൊടുത്തു, ഇതൊന്ന് മുറിച്ച് തരണം. അവർ പറഞ്ഞു, അനൂപ് എന്ന് പറഞ്ഞൊരു സൈറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻ്റ് എഞ്ചിനീയറോട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടു. ഒരു ദിവസം അയാൾ വന്നെല്ലാം നോക്കണം, ഇത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തേക്കാം, നിങ്ങൾ കെട്ടിടം പണിതോളാൻ പറഞ്ഞു. എല്ലാം വാക്കല തന്നെയല്ല, സ്വിഫ്റ്റും പ്രകാരം പെർമിറ്റുള്ള കെട്ടിടമാണ്. കെട്ടിടത്തിൻ്റെ പണിയെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഈ സംഭവം തീരുമാനമില്ല, മുറിച്ച് കൊടുക്കില്ല. ഉദ്ഘാടനം ചെയ്യേണ്ട സമയമായി. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് 2025 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്തു. അപ്പോഴത്തേനും കെട്ടിടം പണി എന്ന് പറഞ്ഞാൽ കെട്ടിടമെന്ന് പറയാനൊന്നുമില്ല, ഇരുമ്പേ 4 വെൽഡ് ചെയ്ത് ഗ്ലാസും വെച്ച് ടെമ്പററി ആയിട്ട് പണിത ഒരു കെട്ടിടമാണ്. അതിന് മാത്രം കേസേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈരാറ്റുപേട്ട എന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകുമ്പോൾ കാളകെട്ടി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തൊട്ടിപ്പുറത്ത് കാടപ്പക്ഷി എന്ന പേരിൽ നിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഈ ഇടതുവശത്ത് കാണുന്ന ഈ സംവിധാനമാണ് കാടപ്പക്ഷി. ഞാൻ കേരളം മുഴുവനുള്ള മലയാളികളോട് പറയട്ടെ, നിങ്ങൾ ഈ വഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ട് ഇവിടെ ഒന്ന് നിർത്തണം. ഈ കാളകെട്ടി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഫ്രണ്ടിൽ കാളകെട്ടി SBI എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അവിടെ കൃത്യം, അല്ലെങ്കിൽ ഗൂഗിൾ കൊടുത്തിട്ട് അവിടെ വന്നിറങ്ങിയാൽ കറക്റ്റ് ഇതിൻ്റെ വാതൊക്കെ വരും. നമ്മുടെ കേരളത്തിൽ കാണിക്കുന്ന കൊള്ളരുതായിക നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 150 മീറ്റർ ഈ പൈപ്പും ക്രാഷ് ബാർഡും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആരെങ്കിലും സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട വണ്ടി നിർത്തിയാൽ 150 മീറ്റർ കറങ്ങി വേണം ഈ സ്ഥാപനത്തിൽ വരാൻ. അങ്ങോട്ട് പോയാൽ ഇങ്ങനെ കറങ്ങി വരണം. ഇവരപേക്ഷ കൊടുത്തു, റിക്കിന് കൊടുത്തു. മറ്റോ വന്ന് നോക്കി, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ വന്ന് നോക്കി, കുഴപ്പമില്ല, ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഉദ്ഘാടനത്തിൻ്റെ സമയം ഇത് തുറന്നു കൊടുക്കുകയില്ല. ഉദ്ഘാടനത്തിൻ്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കനെ വിളിച്ച് വിവരം പറഞ്ഞു. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഇത് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 3 മാസമായി. 3 മാസമായിട്ട് അത് ചെയ്തിട്ടില്ല. ഇവർക്ക് മീഡിയയുടെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവരാൻ പേടിയും. അവസാനം ഈ സ്ഥാപനം 15 ലക്ഷം രൂപ ലോൺ എടുത്ത് ഭർത്താവും ഭാര്യയും ഒരു 10-20 വയസ്സ് താഴെ പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾ, ഒരു മകനും ഒരു മകളും കൂടെ ചേർന്ന് ഉപജീവനത്തിന് വേണ്ടി തുടങ്ങിയതാണ്. 15 ലക്ഷം രൂപ ലോൺ എടുത്ത് തുടങ്ങിയതാണ്. ആ ലോൺ എടുത്ത് തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇപ്പോൾ അത് പൊളിഞ്ഞു പോകുന്നുള്ള അവസ്ഥയായപ്പോൾ എന്നെ വിളിച്ചതോ, ഇത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാമോ? ഞാൻ കേരളം മുഴുവനുള്ള ഹൃദയമുള്ള വക്കീലന്മാരോട് പറയട്ടെ, മനുഷ്യാവകാശ പ്രവർത്തകരോട് പറയട്ടെ, ഇതിനകത്ത് ഇടപെടാൻ പറ്റുന്ന ശക്തിയുള്ള ആളുകളോട് പറയട്ടെ, നിങ്ങൾ ഈ വിഷയത്തിലൊന്ന് ഇടപെടണം.
ഈ മനുഷ്യന് നീതി ഉണ്ടാക്കി കൊടുക്കണം. അയാളും ഭാര്യയും മക്കളും പണിയെടുത്ത് ജീവിക്കാൻ അവർ ചോദിക്കുന്ന ഒറ്റ കാര്യം, ഈ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ആ 6 മീറ്റർ നീളത്തിലോ 3 മീറ്റർ നീളത്തിലോ ആളിന് കയറാവുന്നത് പോലെ, വണ്ടി കയറണ്ട, ആളിന് കയറാവുന്ന പോലെ ആ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കാമോ, അല്ലെ ആ ക്രാഷ് ബാഡ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഹാൻഡ് റെയിലായിട്ട് പിടിപ്പിച്ചിരിക്കുന്നത് ഒന്ന് മുറിച്ചു കൊടുക്കാമോ. ഈ റിക്കിൻ്റെ തലപ്പത്തിരിക്കുന്ന സ്ത്രീ അവർ പറയുന്നത് നിങ്ങൾക്കിത് തരികയില്ല. അതെന്താ ഇടപാടാ? ഈരാറ്റുപേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വരെയുള്ള ഈ റോഡിൽ ഞാൻ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്, എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ഈ റോഡിൻ്റെ ഇരുവശത്തും വേറൊരു കാര്യം പറയാം, തെടനാട് പഞ്ചായത്ത് ഒരു മനുഷ്യനും ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ് ഒരെണ്ണം അമ്പലത്തിൻ്റെ വളവിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏത് വണ്ടി വന്ന് പറഞ്ഞാലും അതിനകത്ത് കയറും. അവിടെ മതിലില്ല താനും, അവിടെ ഹൈവേക്കാർക്ക് ഒരു കുഴപ്പമില്ല, ഈ പെണ്ണുമ്പിള്ളയ്ക്കും തൂക്കേടില്ല. ഈ ഈരാറ്റുപേട്ട തൊട്ട് കാഞ്ഞിരപ്പള്ളി വരെയുള്ള റോഡിൻ്റെ സൈഡിലുള്ള ഒരു 10,000 സ്ഥലത്ത് വീതം ഇത് മുറിച്ച് കൊടുത്തിട്ടുമുണ്ട്. ഇവന് മാത്രം കൊടുക്കുകയില്ല, കാടപ്പക്ഷിക്കാരന് മാത്രം കൊടുക്കുകയില്ല. കാരണം എന്നാണെന്നറിയോ? 15 ലക്ഷം രൂപ ലോൺ എടുത്ത് ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളോട് തുടങ്ങിയതാ. മുഖ്യമന്ത്രിയോട് പറയട്ടെ, നിങ്ങളുടെ ഓഫീസിൽ ഇതിൻ്റെ പരാതി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞ പരിപാടിക്കകത്ത് മുഖ്യമന്ത്രിയുടെ വിത്ത് യുവിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ 4 പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്, നടപടിയില്ല. മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, നടപടിയില്ല. PWDക്ക് പലവട്ടം പരാതി കൊടുത്തിട്ടുണ്ട്, നടപടിയില്ല. എന്നാണെന്നറിയാവോ? ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വളവിൽ ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് ഒരു ബസ് അങ്ങോട്ട് അല്ലെ ഒരു വണ്ടി പോയി മറിഞ്ഞാൽ തലയും കുത്തി കയറുന്നിടത്ത് വലിയൊരു ഹോട്ടലിൻ്റെ വാതക്കൽ ട്രാൻസ്പോർട്ട് ബസ് റോങ് സൈഡ് കയറ്റി പാർക്ക് ചെയ്ത് കച്ചവടം നടത്തുന്നത് ഞാൻ കാണിക്കാം, ഫോട്ടോ കണ്ടോ? അതിന് നിയമമില്ല, ഇത് തുറന്നു കൊടുക്കാൻ പറ്റിയല്ല. ആ വലിയ വളവിന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വാതൊക്കെ താഴോട്ട് ഇറങ്ങുന്നതിന് അവിടെ ക്രാഷ് പാടില്ല, അവിടെ അപകടമില്ല. ഇതൊക്കെ എന്നാ പൂഞ്ഞാറ്റിലെ നിയമമാണ്? ഇതൊക്കെ എന്നാ നിയമമാണ് ഇത്? ഈ പൂഞ്ഞാറ്റിലെ MLAക്ക് 3 മാസം ഇയാൾ തേറ്റിട്ട് പോയിട്ടോ. ഞങ്ങൾ ഈ വിഷയം എന്നെ വിളിച്ചു, ഞാൻ അവിടെ ചെന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പം സങ്കടം തോന്നി കേട്ടോ. ഒരു സംസ്ഥാനത്തിൽ ഒരുത്തനോട് കാണിക്കുന്നത് അന്തയില്ലായിക. അയാൾ ജോലിയെടുത്ത് ജീവിക്കുമല്ലോ, അങ്ങനെ ജീവിക്കുന്നവൻ്റെ നെഞ്ചത്തോട്ട് ഉരുണ്ട് കയറുന്ന ഒരു സംവിധാനം. അന്നേരം ഞാനിത് സംസാരിക്കുമ്പോൾ അവിടെ ഒരാളിരിപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഈ പൂഞ്ഞാർ MLA PC ജോർജ് ആയിരുന്നെങ്കിൽ കാര്യം പറഞ്ഞാൽ അയാൾ വായിക്ക് വരുന്ന വല്ല വർത്താനം വിളിച്ച് പറഞ്ഞാലും പണ്ട് ഈ സാമാനം പറിച്ചു കളഞ്ഞാനെന്നു. ഞാൻ ചോദിക്കട്ടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കനോട്, ഒരു 6 മീറ്റർ നീളത്തിലുള്ള ഒരു ക്രാഷ് ബാഡ് അല്ലെങ്കിൽ ഒരു ഹാൻഡ് റെയിൽ എടുത്ത് കളയാൻ കഴിവില്ലാത്ത നിങ്ങൾ ഈ പൂഞ്ഞാർ MLA എന്ന് പറഞ്ഞ് നടന്നിട്ടുള്ള കാര്യം? ഇലക്ഷനൊക്കെ വരുമല്ലേ, ഇനി പുതിയ നമ്പരുമായിട്ട് നാട്ടുകാരെ കളിപ്പിക്കാൻ ഇറങ്ങുന്നതിന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമല്ലേ? ഇത് ലോകം മുഴുവൻ അറിയട്ടെ. ഇത് ഞാൻ പറയുന്നത് തമാശ ഒന്നുമല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനത്തിനോടും പറയട്ടെ, നിങ്ങളുടെ അടിയന്തര ശ്രദ്ധ ഇതിനകത്തുണ്ടാവണം. മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, ഇത് വേണമെങ്കിൽ വനിതാ കമ്മീഷനും കേസെടുക്കാം. ആ മനുഷ്യൻ്റെ ഈ സ്ഥാപനം നടത്തുന്ന ആ മനുഷ്യൻ്റെ ഭാര്യയും ഒരു മകളും അതിനകത്ത് പണിയെടുക്കുന്നുണ്ട്. വേണം വനിതാ കമ്മീഷൻ ഇതിനകത്ത് ഇടപെടും. കേരളത്തിൽ കോടതികളും ഇടപെടട്ടെ, പൊതു താല്പര്യ ഹർജികൾ ഉണ്ടാകട്ടെ. ഇതുണ്ടാവണം. ഇത് അക്രമം 3 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഹോട്ടലിനകത്ത് ആള് കയറണേ 150 മീറ്റർ. അയാൾ വളരെ സങ്കടത്തോടെ പറയുക, ഒരു വണ്ടി വന്നാൽ, ഒരു ഫാമിലി വന്നാലേ എന്തായാലും കച്ചവടം നടക്കുള്ളൂ. ഫാമിലി നോക്കുമ്പം വണ്ടി അവിടെ ഇട്ടിട്ട് ഒത്തിരി കറങ്ങി വരണം, ഹോട്ടലിലോട്ട് കയറാൻ വഴിയില്ല. തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ കയറാൻ ബസ് കയറ്റി ഇടുന്നത് സൗകര്യമുണ്ട്. ഇതെന്തൊരു ന്യായമാണ്? ഇതെന്തൊരു നീതിയാണ്? എന്തിനാ ഈ പെണ്ണുമ്പിള്ള ഇതിൻ്റെ അവർ 3-4 മാസത്തിനുള്ള അവർ പെൻഷൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവർ ഈ ഒടുക്കത്തെ പെൻഷനും ഇപ്പോൾ ശമ്പളവും മേടിച്ച് പെൻഷനും മേടിച്ച് സർക്കാരിൻ്റെ വണ്ടി പോക്കുമ്പം ഈ ഒരു സാധു കുടുംബത്തിനെ ദ്രോഹിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? പ്രോട്ടോകോൾ അനുസരിച്ച് MLAക്ക് മാന്യമായ പവറുണ്ട്. എടുത്തു മാറ്റിക്കൊടുക്കുന്ന പറയാനുള്ള തൻ്റെ ഇടം ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിൽക്കരുത്. എല്ലാവരെയും തോപ്പിട്ട് ഉണ്ടാക്കാനല്ല ഒരു MLA. എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ PC ജോർജിനെ നോക്കിയാൽ മതി, അയാൾ കാണിച്ചു തരും എന്നതാ പറയേണ്ടത്. റോഡിലെ സംസാരം അത്ര നല്ലതല്ലെന്ന് പറഞ്ഞാലും കണ്ടായിരുന്നല്ലോ ചെക്ക് പോസ്റ്റ് എടുത്ത് ഊരെ കളഞ്ഞത്. നട്ടല് വേണം, നട്ടല്. ഈ നാടിന് വേണ്ടിയാ MLA, തീർത്തു കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഈ ദിവസം കേരള ജനത 100 കണക്കിന് 1000 കണക്കിന് അതിൻ്റെ വാതക്കലേക്ക് വരും, പിക്കറ്റിങ്ങും ബഹളമായിട്ട്. ഇലക്ഷൻ്റെ സമയത്ത് ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും വളരെ പെട്ടെന്ന് നടത്തി കൊടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.